മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നാൽ കുടജാദ്രി യാത്ര കൂടി നടത്താതെ മടങ്ങാറില്ല. ആ പതിവ് ഇത്തവണയും തെറ്റിച്ചില്ല. രാവിലെ തന്നെ ദർശനം കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങൾ കുടജാദ്രിയിലേക്കുള്ള ജീപ്പ് യാത്ര ആരംഭിച്ചു. കൊല്ലൂർ ടൗൺ കഴിഞ്ഞ് മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ യാത്ര ചെയ്ത് 20 കിലോമീറ്റർ അകലെയുള്ള നിട്ടൂർ എന്ന ഗ്രാമത്തിലെത്തി. കുടജാദ്രി യാത്രികർക്ക് സ്നാക്സോ വെള്ളമോ ഒക്കെ ഇവിടെയുള്ള കടകളിൽ നിന്നും വാങ്ങാനും കഴിക്കാനുമായിട്ട് ജീപ്പ് നിർത്തും. ജീരക സോഡയും കരിക്കുമൊക്കെ കുടിച്ച് ആവശ്യത്തിനുമുള്ള കുപ്പിവെള്ളവും വാങ്ങി യാത്ര തുടർന്നു. നിട്ടൂർ കഴിഞ്ഞ് നാഷണൽ ഹൈവേയിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് കുടജാദ്രി റോഡിലേക്ക് ജീപ്പ് പ്രവേശിച്ചു. ഗ്രാമക്കാഴ്ചകളിലൂടെ 18 കിലോമീറ്റർ യാത്ര ചെയ്ത് ജീപ്പ് കുടജാദ്രിയിലേക്കുള്ള കട്ടിനഹോളെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ ജീപ്പിനും യാത്രക്കാർക്കുമുള്ള ഫോറസ്റ്റ് പാസുകൾ എടുക്കണം. യാത്രക്കാരുടെ പേരും വിവരങ്ങളും നൽകി മറ്റു പരിശോധനകളും കഴിഞ്ഞ് ജീപ്പ് വനത്തിലേക്ക് കടന്നു. ഇനി അങ്ങോട്ട് 6.5 കിലോമീറ്ററോളം ദൂരം ഓഫ് റോഡ് യാത്രയാണ്. കുഴികളിൽ ചാടിയും തെന്നിയും ആടിയുലഞ്ഞുമുള്ള ഈ ജീപ്പ് യാത്ര നടുവിന് പ്രശ്നമുള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സഹ്യപർവ്വത നിരകളിലെ 1343 മീറ്റർ ഉയരമുള്ള കൊടുമുടിയാണ് കുടജാദ്രി. കർണാടകയിലെ ഏറ്റവും ഉയരമുള്ള 13ാമത്തെ മലയായ ഈ കുടജാദ്രിയുടെ താഴ്വരയിലായിട്ടാണ് മൂകാംബിക ക്ഷേത്രമുള്ളത്. നാച്ചുറൽ ഹെറിറ്റേജ് സൈറ്റായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള കുടജാദ്രിയുടെ ചുറ്റും ഏതു നേരവും മഞ്ഞു മൂടിക്കിടക്കുന്ന മഴക്കാടുകളാൽ സമ്പന്നമാണ്. ഈ മഴക്കാടുകൾ ആന, കടുവ, പുള്ളിപ്പുലി, കരടി, കാട്ടുപോത്ത്, കഴുതപ്പുലി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. വർഷത്തിൽ 500 മുതൽ 750 മില്ലിമീറ്റർ വരെ ഇവിടെ മഴ ലഭിക്കുന്നു. കുടജ എന്ന കുടകപ്പാലച്ചെടിയുടെ പൂക്കളുടെ പേരിൽ നിന്നാണ് ഈ മലയ്ക്ക് കുടജാദ്രി എന്ന പേര് വന്നത്. 3200 രൂപയാണ് ഈ ജീപ്പ് യാത്രയുടെ ചാർജ്. ഈ തുകയ്ക്ക് മാക്സിമം 8 പേരെ കൊണ്ടുപോകാം. ഇതുകൂടാതെ ചെക്ക് പോസ്റ്റിൽ ഫോറസ്റ്റ് പാസ് ആളൊന്നിന് 50 രൂപയും ജീപ്പിന് 130 രൂപയും കൊടുക്കണം. കയറ്റം കയറി മുകളിലെത്തിയാൽ കുടജാദ്രി മലയുടെ ജീപ്പ് സ്റ്റാൻഡായി. ഇവിടെയാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം. 32 അടി ഉയരമുള്ള ഒരു ഇരുമ്പ് ദണ്ട് ഇവിടെ കാണാം. ദേവി മൂകാസുരനെ വധിച്ച തൃശൂലം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ദണ്ടിന് ഏതാണ്ട് 2400 വർഷത്തോളം പഴക്കമുള്ളതായി പറയുന്നു. ഇനി അങ്ങോട്ട് അത്യാവശ്യം കഠിനമായ മലകയറ്റമാണ്. ഏകദേശം 2 കിലോമീറ്ററോളം നടക്കാനുണ്ട് സർവജ്ഞപീഠത്തിലേക്ക്. വളരെ സാവധാനം വേണം മല കയറാൻ. ഐതിഹ്യങ്ങൾക്കും കഥകൾക്കും ഉപരിയായി മനോഹരമായ കാഴ്ചകളുടെ മായാലോകമാണ് സർവജ്ഞപീഠത്തിലേക്കുള്ള യാത്ര. ട്രെക്കിംഗ് കഴിഞ്ഞ് മുകളിലെത്തിയാൽ ശങ്കരപീഠം അഥവാ സർവജ്ഞപീഠം എന്ന കൽമണ്ഡപം കാണാം. ശ്രീ ശങ്കരാചാര്യർ ദേവീപ്രീതിക്കായി തപസ്സിരുന്ന സ്ഥലമായിട്ടാണ് ഇവിടം കണക്കാക്കുന്നത്. സർവജ്ഞപീഠത്തിലേക്കുള്ള വഴിയിൽ തന്നെ ഗണപതി ഗുഹ, പീഠത്തിന്റെ പിന്നിലായി ചിത്രമൂല ഗുഹ എന്നീ 2 സ്ഥലങ്ങൾ കൂടിയുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ ചിത്രമൂലയിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. ശങ്കരപീഠത്തിൽ അല്പനേരം ധ്യാനിച്ചിരുന്ന ശേഷം ഞങ്ങൾ തിരികെ മടങ്ങി. തിരക്കില്ലെങ്കിൽ വളരെ കുറച്ച് സമയം മതി കുടജാദ്രി യാത്രയ്ക്ക്. അതിനാൽ അടുത്ത മൂകാംബിക യാത്രയിൽ നിങ്ങൾ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട സ്ഥലമാണ് കുടജാദ്രി.